നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ റെയിൽവേ അടിപ്പാത ഓണത്തിന് മുൻപ് തുറക്കുമെന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷണൽ മാനേജർ അരുൺകുമാർ ചതുർവേദി. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത് സ്റ്റേഷൻ പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കുമെന്നും DRM അറിയിച്ചു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ തകരാറിലായ എക്സ്റേ മെഷീന് പകരം പുതിയ എക്സ്റേ മെഷീൻ വാങ്ങും. ഇന്നലെ നടന്ന HMC യോഗത്തിലാണ് സുപ്രധാന തീരുമാനം. ഇതിനായി 70 ലക്ഷം രൂപ ചെലവഴിക്കും. രാജ്യത്തിന്റെ പുരോഗതിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പങ്കിന് ഊന്നൽ നൽകി. വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ മാത്രമേ സമഗ്രമായ വികസനം സാധ്യമാകൂ എന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. മീൻവണ്ടിയിൽ കഞ്ചാവ് കടത്ത്. രണ്ടുപേരെ എടക്കര പോലീസും ഡെൻസാഫും ചേർന്ന് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ പൂച്ചക്കുത്തിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. മലപ്പുറം നഗരസഭയിലെ മുഴുവൻ അംഗനവാടികളും ഇനി സ്മാർട്ട് അംഗനവാടി. എയർ കണ്ടീഷൻ, സ്മാർട്ട് TV, സൗണ്ട് സിസ്റ്റം, ഹൈടെക് കളി ഉപകരണങ്ങൾ, ശിശു സൗഹൃദ ഫർണിച്ചറുകൾ, സ്റ്റോറേജ് ബിന്നുകൾ, മിക്സി ഗ്രൈൻഡറുകൾ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളാണ് അംഗനവാടികളിൽ ഒരുക്കിയിട്ടുള്ളത്. വാർത്തകൾ വിശദമായി. നിലമ്പൂർ റെയിൽവേ അടിപ്പാത ഓണത്തിന് മുൻപ് തുറക്കുമെന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷണൽ മാനേജർ അരുൺകുമാർ ചതുർവേദി. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത് സ്റ്റേഷൻ പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കുമെന്നും DRM അറിയിച്ചു. അമൃത് സ്റ്റേഷൻ പ്രവൃത്തി വിലയിരുത്താനെത്തിയതായിരുന്നു DRM. and one AC chair car in Kottayam Express. We will try to achieve this as soon as possible or probably before Onam. രാജറാണി എക്സ്പ്രസിന് ഒരു AC 3 ടയർ, ഒരു ജനറൽ ഉൾപ്പെടെ 2 കോച്ചുകൾ വർദ്ധിപ്പിക്കും. കോട്ടയം എക്സ്പ്രസിന് ഒരു AC കോച്ചും ഒരു നോൺ AC കോച്ചും ഉൾപ്പെടുത്തും. മേലാറ്റൂർ, കുലുക്കല്ലൂർ ക്രോസിംഗ് സ്റ്റേഷനുകളുടെ പ്രവൃത്തി ഈ വർഷം പൂർത്തീകരിക്കുമെന്നും DRM പറഞ്ഞു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന അമൃത് സ്റ്റേഷൻ പ്രവൃത്തികളും റെയിൽവേ അടിപ്പാത പ്രവൃത്തിയും DRM നേരിൽ കണ്ട് പുരോഗതി വിലയിരുത്തി. PV അബ്ദുൽ വഹാബ് MP, അരടൻ ഷൗക്കത്ത് MLA തുടങ്ങിയവരുമായി DRM ചർച്ച നടത്തി. റെയിൽവേ അടിപ്പാത ഭാഗികമായി തുറക്കുവാൻ കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ചിരുന്നുവെങ്കിലും തുടർ പ്രവൃത്തികൾക്ക് തടസ്സമാകുന്നതിനാലാണ് തീരുമാനം മാറ്റിയതെന്ന് കേരയിൽ ഡെപ്യൂട്ടി മാനേജർ ഹരിദാസൻ പറഞ്ഞു. നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ ഡോക്ടർ ബിജു നൈനാൻ, ജോഷോ കോശി, ആനസ് യൂണിയൻ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ തകരാറിലായ എക്സ്റേ മെഷീന് പകരം പുതിയ എക്സ്റേ മെഷീൻ വാങ്ങും. ഇന്നലെ നടന്ന HMC യോഗത്തിലാണ് സുപ്രധാന തീരുമാനം. ഇതിനായി 70 ലക്ഷം രൂപ ചിലവഴിക്കും. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ആധുനിക രീതിയിലുള്ള മോർച്ചറി നിർമ്മിക്കുവാനും തീരുമാനിച്ചു. ഇതിനായി 1 കോടി രൂപ ചിലവഴിക്കും. ഹബ്ബ് ലാബിന്റെ ഉദ്ഘാടന തീയതി നിശ്ചയിക്കുവാൻ സബ് കമ്മിറ്റിയെയും യോഗം ചുമതലപ്പെടുത്തി. ICU ആംബുലൻസിലേക്ക് ബൈപ്പാസ് മെഷീൻ വാങ്ങുന്നതിനും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഓട്ടോക്ലേവ് വാങ്ങുന്നതിനും ഡയാലിസിസ് യൂണിറ്റ് കെട്ടിടത്തിന്റെ ചോർച്ച അടയ്ക്കുന്നതിനും യോഗം അംഗീകാരം നൽകി. തകരാറിലായ എക്സ്റേ മെഷീന് പകരം പുതിയത് വാങ്ങുവാനുള്ള തീരുമാനം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവർക്ക് ആശ്വാസമാകും. നിലവിൽ HMC ഫണ്ടിൽ 1 കോടി 11 ലക്ഷം രൂപയുണ്ട്. ഇതിൽ 50 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമായി ബാങ്കിലിടും. സ്ഥലപരിമിതി മൂലം അടിസ്ഥാന വികസനങ്ങൾ നടപ്പാക്കുവാൻ പ്രയാസപ്പെടുന്ന ജില്ലാ ആശുപത്രിക്ക് നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിന്റെ 2.25 ഏക്കർ സ്ഥലത്തിൽ നിന്നും 99 സെന്റ് വിട്ടു നൽകുവാനുള്ള തീരുമാനം നിലമ്പൂർ നഗരസഭ 4 വർഷം മുൻപ് എടുത്തിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ യാഥാർത്ഥ്യമാകാത്ത സാഹചര്യത്തിൽ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന ശേഷം മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, വകുപ്പ് സെക്രട്ടറിമാർ എന്നിവരെ നേരിൽ കണ്ട് പെട്ടെന്ന് തന്നെ പ്രശ്നപരിഹാരമുണ്ടാക്കുവാൻ സർവകക്ഷി സംഘത്തെ തിരുവനന്തപുരത്തേക്ക് അയക്കുവാനും തീരുമാനിച്ചു. കായകൽപ്പ അവാർഡ് നേടിയതിന് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെയും ജീവനക്കാരെയും യോഗം അഭിനന്ദിച്ചു. കായകൽപ്പ അവാർഡുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ സർക്കാരിനെയും ആരോഗ്യമന്ത്രിയെയും പ്രശംസിച്ച് പോസ്റ്റിട്ട ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ നടപടി
ശരിയായില്ലെന്നും ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആശുപത്രി സൂപ്രണ്ടിനോട് നിർദ്ദേശിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടത് വ്യക്തിപരമായാണെന്ന് സൂപ്രണ്ട് മറുപടി നൽകി. HMC യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷെറോണ റോയ്, KT അജ്മൽ, HMC അംഗങ്ങളായ A ഗോപിനാഥ്, E പത്മാക്ഷൻ, KC വേലായുധൻ, KT കുഞ്ഞാൻ, പരന്തൻ നൌഷാദ്, പാലോളി മെഹബൂബ്, ജസ്മൽ പുതിയറ, കൊമ്പൻ ഷംസുദ്ദീൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, RMO ഡോക്ടർ പ്രവീണ, ലേറ്റ് സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തിന്റെ പുരോഗതിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പങ്കിന് ഊന്നൽ നൽകി വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ മാത്രമേ സമഗ്രമായ വികസനം സാധ്യമാകൂ എന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ, ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന സഹമന്ത്രി ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതി പ്രകാരം അമൽ കോളേജിൽ നിർമ്മിച്ച സ്കിൽ സെന്ററും ഗേൾസ് ഹോസ്റ്റലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2047 ആകുമ്പോൾ ഭാരതം ഒരു വികസിത രാജ്യമാകണം എന്ന നരേന്ദ്രമോദിയുടെ വിഷനും മിഷനും അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടിയാ. 2047 അല്ലെങ്കിൽ 2050 ആകുമ്പോൾ ഈ വേദിയിലിരിക്കുന്ന പലരുടെയും അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ മക്കൾ അവരായിരിക്കും ആ വികസിത ഭാരതത്തിലേക്ക് ജനിച്ചു വീഴുവാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് 1947 മുതൽ നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ടതിന്റെ അനന്തര ഫലമാണ് നാം ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. അതിന്ന് നമ്മുടെ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നിരിക്കുകയാണ്. നമ്മുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി രാജ്യത്തിന് മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ടിൽ നിന്നും ഒരു നിശ്ചിത തുക 15% അത് ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ള ജില്ലകളില് ആദ്യം ഉപയോഗിക്കുക. അതായത് നമ്മുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പണം ആദ്യമായിട്ട് വിനിയോഗിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ 25% കൂടുതലുള്ള സ്ഥലങ്ങളിലാണ്. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം കേരളം ഒഴിച്ചുള്ള പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് വികസനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ സ്ഥലങ്ങളിൽ വികസനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കും സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലുമുള്ള വികസനത്തിന് വേണ്ടി PMJVK ഫണ്ട് വിനിയോഗിക്കണം. രാജ്യം വികസനത്തിന്റെ പാതയിലാണ്. 2047 ഇന്ത്യ വികസിത രാജ്യമാകണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണം യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞ വികസനമുള്ള മേഖലകളിൽ ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിച്ച് വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുകയും ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിൽ സമഗ്ര വികസനം ഉറപ്പാക്കുകയുമാണ് PMJVK പദ്ധതി ലക്ഷ്യമിടുന്നത്. 60% കേന്ദ്ര ഫണ്ടും 40% സംസ്ഥാന സർക്കാർ ഫണ്ടും ഉപയോഗിച്ചാണ് പദ്ധതിയുടെ കീഴിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. 7.92 കോടി രൂപ ചിലവിലാണ് നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. സെമിനാർ ഹാൾ, ഇലക്ട്രോണിക്സ് ലാബ്, സർവേ ആൻഡ് GPS ലാബ്, IT ലാബ്, കൗൺസിലിംഗ് റൂം, സ്റ്റോർ റൂമുകൾ, വനിതകൾക്കായി വിശ്രമമുറി, ഭിന്നശേഷി സൗഹൃദ ശൗചാലയം, ജനറേറ്റർ റൂം, പൊതുവായ ശൗചാലയങ്ങൾ, യൂറിനലുകൾ, വാഷ് ഏരിയകൾ, പ്രൊജക്ട് ഇന്നോവേറ്റീവ് സെന്ററുകൾ, ലോജിസ്റ്റിക്സ് ലാബ്, ഇലക്ട്രിക്കൽ ലാബ്, പരിശീലന കേന്ദ്രങ്ങൾ, അധ്യാപകരുടെയും മേധാവികളുടെയും മുറികൾ, യോഗ സെന്റർ, പ്ലംബിംഗ് ലാബ്, ലാംഗ്വേജ് ലാബ് തുടങ്ങിയ സൗകര്യങ്ങളാണ് സ്കിൽ സെന്ററിൽ ഉള്ളത്. 9.97 കോടി ചിലവിലാണ് ഗേൾസ് ഹോസ്റ്റൽ നിർമ്മിച്ചിരിക്കുന്നത്. ഡിഗ്രി പഠിതാക്കൾക്ക് 156 കിടക്കകൾ, PG പഠിതാക്കൾക്ക് 48 കിടക്കകൾ, ഡോർമെട്രിയിൽ 12 കിടക്കകൾ, മെട്രൺ മുറി, വിശാലമായ സ്റ്റുഡന്റ് റൂമുകൾ, ഡൈനിങ് ഹാൾ, അടുക്കള, ജിം, മൾട്ടിപർപ്പസ് ഹാൾ, ഓഫീസ്, യൂട്ടിലിറ്റി ഏരിയകൾ, ശൗചാലയങ്ങൾ, യൂറിനലുകൾ, വാഷ് ഏരിയകൾ തുടങ്ങി നിരവധി ആധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്.
പി.കെ. ബഷീർ എം.എൽ.എ. അധ്യക്ഷനായ പരിപാടിയിൽ പി.വി. അബ്ദുൽ വഹാബ് എം.പി, ജില്ലാ കളക്ടർ വി.ആർ. വിനോദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി. പുഷ്പവല്ലി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ.പി. മുഹമ്മദ് ബഷീർ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ സന്തോഷ്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ സബിൻ സമീദ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ.എ. കരീം, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെറോണ റോയ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ, പി. ദേവരാജൻ, കെ. വിശ്വനാഥൻ, സഹിൽ അക്കമ്പാടം, ജോസഫ് എന്നിവർ പങ്കെടുത്തു. മീൻവണ്ടിയിൽ കഞ്ചാവ് കടത്ത്, രണ്ടുപേരെ എടക്കര പോലീസും ഡെൻസാഫും ചേർന്ന് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ പൂച്ചക്കുത്തിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. മീൻവണ്ടിയിൽ കടത്താൻ ശ്രമിച്ച 16 കിലോ കഞ്ചാവുമായി രണ്ടുപേരെ എടക്കര SI പി. ജയകൃഷ്ണനും ഡാൻസഫ് ടീമും ചേർന്ന് പിടികൂടി. കൊണ്ടോട്ടി കൊളത്തൂർ സ്വദേശി പുതിയ വീട്ടിൽ അനസ്, തൃശൂർ ചിറയമനങ്ങാട് സ്വദേശി കാര്യങ്ങൽ ഹക്കീം എന്നിവരാണ് പിടിയിലായത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ. വിശ്വനാഥിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ. അബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം ഇന്നുച്ചയ്ക്ക് 2 മണിയോടെ എടക്കര പോലീസും ഡാൻസാപ്പ് ടീമും ചേർന്ന് മുട്ടിക്കടവ് പൂച്ചക്കുത്തിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ആന്ധ്രയിൽ നിന്നും മത്സ്യം കൊണ്ടുവരുന്നതിന്റെ മറവിലാണ് പ്രതികൾ കഞ്ചാവ് കൊണ്ടുവന്നത്. പെട്ടെന്ന് പിടിക്കാതിരിക്കുവാനായി കഞ്ചാവ് തെർമോകോൾ പെട്ടിയിൽ നിറച്ച് അതിനു മുകളിൽ മത്സ്യം നിറച്ച പെട്ടികൾ വച്ചാണ് കഞ്ചാവ് കടത്തിയിരുന്നത്. പ്രതികൾ മുൻപും ഇത്തരത്തിൽ കഞ്ചാവ് കടത്തിയതായി മൊഴി നൽകിയിട്ടുണ്ട്. വധശ്രമ കേസിൽ ശിക്ഷ ലഭിച്ചയാളാണ് ഹക്കീം. മലപ്പുറം നഗരസഭയിലെ മുഴുവൻ അങ്കണവാടികളും സ്മാർട്ട് അങ്കണവാടിയാക്കിയതിന്റെ ഉദ്ഘാടനം കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരി നിർവഹിച്ചു. എയർ കണ്ടീഷൻ, സ്മാർട്ട് TV, സൗണ്ട് സിസ്റ്റം, ഹൈടെക് കളിയുപകരണങ്ങൾ, ശിശു സൗഹൃദ ഫർണിച്ചറുകൾ, സ്റ്റോറേജ് ബിന്നുകൾ, മിക്സി, ഗ്രൈൻഡറുകൾ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളാണ് അങ്കണവാടികളിൽ ഒരുക്കിയിട്ടുള്ളത്. The Anganwadis will also play a vital role. Nationwide mapping of Anganwadis with those Balvatikas has been undertaken. And I think this is a most important role that Anganwadis in the coming years will be playing. Therefore, I commend Malappuram Municipal Corporation for the cooperation given to the JSS, today's event, and also investing in our country's future through Anganwadi network. To all the officials from our ministry, the director of JSS, who appears very dynamic, who's been an educationalist, and now very committed and devoted to the JSS, officials who've come from Delhi representing Ministry of Skills, and all our JSS Parivar are beneficiaries. രാജ്യത്ത് ആദ്യമായാണ് ഒരു തദ്ദേശ സ്ഥാപനം ആ പ്രദേശത്തെ മുഴുവൻ അംഗനവാടികളും എയർ കണ്ടീഷൻ സൗകര്യങ്ങളുള്ള മോഡേൺ ഹൈടെക് അംഗനവാടികളാക്കി മാറ്റുന്നത്. ഇത്തരം മാറ്റത്തിന് നേതൃത്വം നൽകിയ നഗരസഭയെ മന്ത്രി അഭിനന്ദിച്ചു. പുറംഭാഗം ട്രെയിനുകളുടെ കമ്പാർട്ട്മെന്റ് രൂപത്തിലും അകത്ത് ഏകീകൃത കളറിംഗ് നൽകി ശിശു സൗഹൃദ ആകർഷകമായ കാർട്ടൂൺ കഥാപാത്രങ്ങൾ വരച്ചുമാണ് എല്ലാ അംഗനവാടികളിലെയും ചുമരുകൾ തയ്യാറാക്കിയത്. ആകെയുള്ള 64 അംഗനവാടികളിൽ 42 അംഗനവാടികൾ സ്വന്തം കെട്ടിടത്തിലും 22 അംഗനവാടികൾ വാടക കെട്ടിടത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തം കെട്ടിടത്തിലും വാടക കെട്ടിടത്തിലും ഒരേ തരത്തിലുള്ള സൗകര്യമൊരുക്കി എന്ന അപൂർവ നേട്ടവും മലപ്പുറത്തെ അംഗനവാടികൾ പദ്ധതി മുഖാന്തരം നേടുകയുണ്ടായി. കേന്ദ്ര സർക്കാർ ഫണ്ടും നഗരസഭയുടെ തനത് ഫണ്ടും ഉൾപ്പെടെ 2,45,00,000 രൂപയ്ക്ക് ബഹുവർഷ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തിയാക്കിയത്. പദ്ധതി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി വൈദ്യുതി കണക്ഷൻ ലഭിക്കാതിരുന്ന അംഗനവാടികളിൽ ഉൾപ്പെടെ സമ്പൂർണമായി വൈദ്യുതീകരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി പൂർത്തീകരിച്ചു. അംഗനവാടികളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന രക്ഷിതാക്കൾക്കും പൂർണ്ണമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മുഴുവൻ രക്ഷിതാക്കൾക്കും ഇരിക്കുന്നതിന് വേണ്ടി 1000 കസേരകളുമാണ് നഗരസഭ 64 അംഗനവാടികളിലായി നൽകിയത്. അംഗനവാടിയിലെ വർക്കർമാരെയും ആയമാരെയും ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗജന്യ വിനോദയാത്ര ഉൾപ്പെടെ നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടത്തിയിരുന്നു. നഗരസഭയിലെ മുഴുവൻ അംഗനവാടികൾക്കും പങ്കെടുക്കുവാൻ കഴിയാവുന്ന തരത്തിൽ അംഗനവാടി കലോത്സവത്തിനുള്ള തുകയും വകയിരുത്തിയിട്ടുണ്ട്. നിലമ്പൂർ താഴെ ചന്തക്കുന്ന് നേന്ത്രവാഴ കൊണ്ടുവന്ന മിനി പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ഓവുചാലിന്റെ സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചു മറിഞ്ഞു. ഇന്ന് രാവിലെ പുലർച്ചെ 3:00-ഓടെയാണ് അപകടം നടന്നത്. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്നും പഴക്കുലയുമായി വന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള മിനി പിക്കപ്പ് വാനാണ് നിയന്ത്രണം വിട്ട് ഓവുചാലിന്റെ സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് മറിഞ്ഞത്. താഴെ ചന്തക്കുന്നിലുള്ള AI ക്യാമറയ്ക്ക് സമീപമാണ് അപകടം നടന്നത്. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാൻ തകർന്ന നിലയിലാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് നിഗമനം. അപകടത്തിൽ പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഉണ്ണിയപ്പത്തിൽ നിന്ന് പ്രീമിയം കഫേയിലേക്ക് ഷെരീഫയുടേത് ഒരു കുടുംബശ്രീ വിജയഗാഥ. ജില്ലയിലെ തന്നെ മികച്ച സംരംഭകരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഷെരീഫ. കർക്കിടകത്തിലെ കോരിച്ചൊരിയുന്ന മഴയത്ത് വാടക വീട്ടിലിരുന്ന മലപ്പുറം സ്പിന്നിംഗ് മിൽ സ്വദേശിയായ
കളത്തിങ്കൽ ഷെരീഫയ്ക്ക് ഒരു സ്വപ്നമേ കാണാനുണ്ടായിരുന്നുള്ളൂ. മക്കൾക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്ത് അടച്ചുറപ്പുള്ള സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുക. ജോലിയില്ലാത്ത ഭർത്താവും പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി ഷെരീഫയ്ക്ക് കാണാൻ കഴിയുന്ന അന്നത്തെ വലിയ സ്വപ്നം. പെയിന്റിംഗ് പണിക്കാരനായ ഭർത്താവ് സക്കീറിന് മഴക്കാലത്ത് പണിയില്ല, അടുപ്പ് പുകയുവാൻ നിവൃത്തിയില്ല. അയൽവാസിയോട് കടം വാങ്ങിയ 100 രൂപയുമായി ഷെരീഫ 10 പാക്കറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കി. 2012 അത്. ഒരു കൈയിൽ കുഞ്ഞുമോളും മറുകൈയിൽ ഉണ്ണിയപ്പവുമായി അടുത്തുള്ള പലചരക്ക് കടയിലെത്തി. ചെലവായില്ലെങ്കിൽ തിരിച്ചെടുക്കാം എന്നുറപ്പിൽ. എന്നാൽ ഉണ്ണിയപ്പം വൻ ഹിറ്റായി. ആവശ്യക്കാരേറി. പല കടകളിലേക്കും ഉണ്ണിയപ്പത്തിന്റെ രുചിയെത്തി. ഉണ്ണിയപ്പത്തോടൊപ്പം പത്തിരിയുടെയും ചപ്പാത്തിയുടെയും ഓർഡറുകൾ പിടിച്ചു. 2018 ആയപ്പോഴേക്കും മുത്തൂസ് കാറ്ററിംഗ് എന്ന സംരംഭം കുടുംബശ്രീയുടെ ഭാഗമായി. അന്നത്തെ ജില്ലാ മിഷൻ കോർഡിനേറ്ററായിരുന്ന ഹേമലത ധനസഹായ പദ്ധതികൾ പരിചയപ്പെടുത്തി. കുടുംബശ്രീ വഴി 2 ലക്ഷം രൂപ ലോൺ നൽകി. അതോടെ കാറ്ററിംഗ് ഒന്നും കൂടെ വിപുലമാക്കി. ഹേമലതയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഉച്ചഭക്ഷണ പരിപാടിക്കും തുടക്കമിട്ടു. സിവിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്ന ഡബ്ബാവാല പദ്ധതി. ഉച്ചഭക്ഷണം ആവശ്യമുള്ളവർ ഷെരീഫയെ വിളിക്കും. സ്റ്റീൽ പാത്രത്തിലാക്കിയ ഉച്ചഭക്ഷണം സമയത്തിന് മേശപ്പുറത്തെത്തും. പിന്നാലെ വന്ന കോവിഡ് കാലവും ഷെരീഫയെ ബാധിച്ചില്ല. ഹേമലതയുടെ തന്നെ നിർദ്ദേശപ്രകാരം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കോവിഡ് രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ദൌത്യം ഏറ്റെടുത്തു. എല്ലാ ദിവസവും 2000 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റും കഞ്ഞിയും എത്തിച്ചു. എല്ലാവർക്കും ജോലി നഷ്ടമായിരുന്ന കോവിഡ് കാലത്ത് 15ഓളം പേർക്ക് തൊഴിൽ നൽകുവാനും അതുവഴി സാധിച്ചു. 5 വർഷത്തിനിപ്പുറവും ആ സേവനം ഷെരീഫ തുടരുന്നുണ്ട്. എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് എത്തിക്കുന്നുണ്ട്. പിന്നീട് കുടുംബശ്രീയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിന്റെ ക്യാന്റീൻ എടുത്ത് നടത്തി. അതിനുശേഷം പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ട പ്രകാരം സെൻട്രൽ സ്കൂൾ ക്യാന്റീനും ഏറ്റെടുത്തു. അപ്പോഴേക്കും കുടുംബശ്രീയുടെ എല്ലാവിധ കാറ്ററിംഗ് ഓർഡറുകളും കിട്ടിത്തുടങ്ങിയിരുന്നു. അതിനിടെയാണ് കോട്ടയ്ക്കലുള്ള പാലസ് ഹോട്ടൽ വിൽക്കുവാനുണ്ടെന്നറിയുന്നത്. 5 ലക്ഷത്തിന് പാലസ് ഹോട്ടൽ വാങ്ങിച്ചു നടത്തുവാൻ തുടങ്ങി. പെയിന്റിംഗ് ജോലി നിർത്തി മുഴുവൻ സമയവും ഭർത്താവ് സക്കീറും കൂടെ നിന്നു. സ്വലാത്ത് നഗറിൽ മന്ത്രിമാർ പങ്കെടുത്ത അദാലത്തിൽ 1500 പേർക്ക് ബിരിയാണിയും 50 സ്പെഷ്യൽ സദ്യയും ഒരുക്കിയതും ഷെരീഫയുടെ നേതൃത്വത്തിലാണ്. ഇത്രയും നന്നായി ഭക്ഷണമുണ്ടാക്കുന്നയാൾക്ക് ഒരു പ്രീമിയം ഹോട്ടൽ തുടങ്ങിക്കൂടെ എന്ന ചോദ്യമുയർന്നത് ആ സദ്യ കഴിച്ചവരിൽ നിന്നാണ്. അനുയോജ്യമായ സ്ഥലം ലഭിച്ചതോടെ പ്രീമിയം ഹോട്ടൽ എന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിന്റെ പിറകിലാണ് ഷെരീഫയുടെ കഫേ കുടുംബശ്രീ. ക്യാന്റീൻ കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംരംഭകർക്ക് സുസ്ഥിര വരുമാന ലഭ്യത ഉറപ്പാക്കുക, തൊഴിൽ നിലവാരം ഉയർത്തുക എന്നിവയാണ് പ്രീമിയം കഫേയിലൂടെ കുടുംബശ്രീ ലക്ഷ്യമിടുന്നത്. പാഴ്സൽ സർവീസ്, ടേക്ക് അവേ കൌണ്ടറുകൾ, കാത്തിരിപ്പ് കേന്ദ്രം, കാറ്ററിംഗ്, ഓൺലൈൻ സേവനങ്ങൾ, മാലിന്യ സംസ്കരണ ഉപാധികൾ, പാർക്കിംഗ് സൌകര്യം, ശൌചാലയം, നാപ്കിൻ മെഷീൻ തുടങ്ങിയ വിപുലമായ സൌകര്യങ്ങൾ പ്രീമിയം കഫേയിലുണ്ട്. കേരളീയ വിഭവങ്ങളും അറബിക്, ചൈനീസ് വിഭവങ്ങളും ഒപ്പം മലപ്പുറത്തിന്റെ തനത് രുചിക്കൂട്ടുകളും ലഭ്യമാണ്. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കഫേയിൽ ഏത് സമയവും തിരക്കാണ്. ഇന്ന് നിരവധി കുടുംബങ്ങളുടെ അത്താണിയാണ് ഷെരീഫ. പിന്തുണയുമായി ഭർത്താവും മക്കളുമുണ്ട്. മകൻ ഫെബിയാസ് കാർഡിയാക് സയൻസിൽ വിദേശ പഠനം പൂർത്തിയാക്കി ജോലിക്കുള്ള തയ്യാറെടുപ്പിലാണ്. മകൾ ഫാത്തിമ ഫെമിന എൻട്രൻസ് കോച്ചിംഗ് സെന്ററിൽ വിദ്യാർത്ഥിനിയാണ്. ജില്ലയിലെ തന്നെ മികച്ച സംരംഭകരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഷെരീഫ. എന്റെ പേര് ഷെരീഫ. ഞാൻ മലപ്പുറം നഗരസഭ CDS 2ന്റെ കീഴിലുള്ള സ്പിന്നിമില്ലി ഏരിയസിലെ മുത്തൂസ് കാറ്ററിംഗ് പറഞ്ഞിട്ടുള്ള സംരംഭകയാണ്. ഞാൻ 2012 ഈ സംരംഭം ആരംഭിച്ചത്. ഇപ്പൊ എനിക്ക് കുടുംബശ്രീയാണ് എല്ലാത്തിനും എന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ ഈ പ്രീമിയം ഹോട്ടൽ വരെ എന്നെ എത്തിച്ചു. നല്ല നിലയിലാണ് പോകുന്നത്. പിന്നെ എന്റെ കീഴിൽ 10-30ഓളം സ്റ്റാഫ് ഉണ്ട്. പ്രീമിയം ഹോട്ടലിൽ അടക്കം എല്ലാം കുടുംബശ്രീയാണ് എനിക്ക് നേടിത്തന്നത്. ഒന്നും 1 രൂപ പോലും ഇല്ലാത്ത ഞാന് ഇത്രയും സമ്പാദിച്ചെടുത്തത് കുടുംബശ്രീ വന്നതിന് ശേഷമാണ്. അപ്പൊ കുടുംബശ്രീയിലുള്ള DMC ആയാലും ADMC ആയാലും എല്ലാവരും എല്ലാത്തിനും എപ്പോഴും സപ്പോർട്ട്. ഏത് സമയം വിളിച്ചാലും ഫോൺ എടുക്കും. എന്താവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാലും അത് എങ്ങനെങ്കിലും ആയിട്ട് ശരിയാക്കി തരും. അതാണ് ലോൺ ആയാലും ഇപ്പൊ സംരംഭം എന്തെങ്കിലും ഓപ്പൺ ആക്കണം എന്ന് വിചാരിച്ചാൽ അതിനാലും എല്ലാത്തിനും DMC ADMC എല്ലാരും ഒപ്പത്തിനൊപ്പമുണ്ട്. 30 സ്ഥിരം ജീവനക്കാരും അത്യാവശ്യവും താൽക്കാലിക ജീവനക്കാരുമുണ്ട്. സ്വന്തമായി വീടായി മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി ഓരോ സ്വപ്നവും യാഥാർത്ഥ്യമാക്കി ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് ഷെരീഫ. ചെറിയ കുട്ടിയെയും കൊണ്ട് ഉണ്ണിയപ്പ സഞ്ചിയുമായി പോകുമ്പോൾ നിറയെ പരിഹാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. അന്ന് തളർന്നിരുന്നുവെങ്കിൽ വീട്ടിൽ ഇന്നത്തെ നിലയിൽ എത്തുമായിരുന്നില്ല എന്നും ഷെരീഫ ഉറച്ചു പറയുന്നു. 10 ഉണ്ണിയപ്പത്തിൽ തുടങ്ങി വമ്പൻ പാർട്ടി ഓർഡറുകൾ വരെ സ്വീകരിക്കുന്ന സംരംഭകയാണ് ഇന്ന് ഷെരീഫ. വായ്പയ്ക്ക് അപേക്ഷിച്ചപ്പോൾ എങ്ങനെ നിങ്ങൾ തിരിച്ചടയ്ക്കുമെന്ന് ചോദിച്ച ബാങ്കുകൾ ഇന്ന് ഷെരീഫയ്ക്കൊപ്പമാണ്. അതാണ് കുടുംബശ്രീയുടെ കരുത്തെന്നും ഷെരീഫ ഓർക്കുന്നു.
നിലമ്പൂർ KSRTC ഡിപ്പോയുടെ കെട്ടിടത്തിന്റെ പണി ഉടൻ പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് KSRTC നിലമ്പൂർ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. CITU ജില്ലാ കമ്മിറ്റി അംഗം PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ KSRTC ഡിപ്പോയുടെ കെട്ടിടത്തിന്റെ പണി ഉടൻ പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് KSRTEA നിലമ്പൂർ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. CITU ജില്ലാ കമ്മിറ്റി അംഗം PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി സജൽ ബാബു യൂണിറ്റ് റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ സിദ്ദിഖ് വരവ് ചെലവ് കണക്കും S സന്തോഷ് കുമാർ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് പ്രദീപ് കുമാർ OB അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി K സന്തോഷ്, ജില്ലാ സെക്രട്ടറി PK കൈരളിദാസ്, K നിസാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി P റിയാസ് പ്രസിഡന്റ്, സജൽ ബാബു VK സെക്രട്ടറി, P സിദ്ദിഖ് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോട് കിടപിടിക്കുന്ന സംവിധാനങ്ങളുമായി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പൊന്നാനി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരാശ്വാസ കേന്ദ്രമാവുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രികളിൽ ഒന്നായി മാറിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ തീരമേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ആതുരാലയം. ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ജീവനക്കാരുടെ സൗഹാർദ്ദപരമായ സമീപനവും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമാണ് രോഗികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ. 2016 ഓഗസ്റ്റ് 26 പ്രവർത്തനം തുടങ്ങിയ ആശുപത്രിയുടെ ഉദ്ഘാടനം 2018 ഡിസംബർ 31 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഔദ്യോഗികമായി നിർവഹിച്ചത്. വിശാലമായ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, വായുസഞ്ചാരവും വെളിച്ചവുമുള്ള വാർഡുകൾ, അത്യാധുനിക ഉപകരണങ്ങളോടെ സജ്ജീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററുകൾ, ലേബർ റൂമുകൾ, ശുദ്ധമായ കുടിവെള്ളം, ശൌചാലയങ്ങൾ എന്നിവയെല്ലാം ഇവിടുത്തെ പ്രത്യേകതകളാണ്. കൂടാതെ ആശുപത്രിയുടെ ചുവരിലും സമീപത്തെ മരങ്ങളിലും കുട്ടികൾക്കായി നിർമ്മിച്ച കളിയിടങ്ങളിലുമെല്ലാം സ്വച്ഛതയുടെ പ്രത്യേകമായ ആകർഷകമായ വർണ്ണചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. സ്ത്രീരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, അനസ്തേഷ്യ എന്നീ സേവനങ്ങളോടെ 200 കിടക്കകളുള്ള ആശുപത്രിയാണിത്. 24 മണിക്കൂറും എല്ലാ വിഭാഗത്തിലും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും എന്നതാണ് മറ്റൊരു പ്രത്യേകത. പ്രാദേശിക സമൂഹത്തിന് താങ്ങാനാവുന്നതും ഗുണമേന്മയുള്ളതുമായ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 23 കോടി രൂപ ചിലവഴിച്ചാണ് ജില്ലയിലെ ആദ്യത്തെ മാതൃശിശു സംരക്ഷണ ആശുപത്രി സ്ഥാപിച്ചത്. മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിയുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷങ്ങളിലായി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്. സാംക്രമിക രോഗങ്ങൾ ഉള്ളവരെ കിടത്തി ചികിത്സിക്കുന്ന 10 ബെഡുകളുള്ള വാർഡ് 1.79 കോടി ചിലവിൽ കോവിഡ് പശ്ചാത്തലത്തിൽ നിർമ്മിച്ച് പ്രവർത്തന സജ്ജമാക്കി. ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റ് PESO സർട്ടിഫിക്കേഷൻ ലഭിച്ചാൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ദേശീയാരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമായി 1.22 കോടി ചിലവിൽ നിർമ്മിച്ച ബ്ലഡ് സെന്ററിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. കേന്ദ്ര ലൈസൻസ് കിട്ടിയാലുടൻ പ്രവർത്തനം ആരംഭിക്കും. അതോടെ 24 മണിക്കൂറും രക്തം ദാനം ചെയ്യുന്നതിനും രക്തം ലഭിക്കുന്നതിനുമുള്ള സംവിധാനം ഉണ്ടാക്കും. ബ്ലഡ് ബാങ്കിന് മുകളിൽ പേ വാർഡിന്റെയും ഡോർമെട്രിയുടെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതിനു പുറമെ 27 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സോളാർ പാനൽ, AC, ഇൻവേർട്ടർ, മാലിന്യ നിർമ്മാർജ്ജനത്തിനായി 2 ജിയോ ടാങ്കുകൾ, പബ്ലിക് ടോയ്ലറ്റുകൾ, 45 ലക്ഷം രൂപ ചിലവഴിച്ച് കുട്ടികളുടെയും നവജാത ശിശുക്കളുടെയും പരിചരണത്തിനായി ആരംഭിച്ച MNCU, പീഡിയാട്രിക് കെയർ യൂണിറ്റ്, നെഗറ്റീവ് പ്രഷർ സിസ്റ്റം, കുട്ടികൾക്കുള്ള പാർക്ക്, 10 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കുടിവെള്ള ജലസംഭരണി, 40 ലക്ഷം രൂപ ഉപയോഗിച്ച് സ്ഥാപിച്ച 250 kV ജനറേറ്റർ എന്നിവ വികസന പദ്ധതികളിൽ ചിലത് മാത്രമാണ്. ആശുപത്രികളിൽ 2025 ജൂൺ വരെ 1500 പ്രസവങ്ങൾ നടന്നു. 2019 3079, 2020 3626, 2021 4339, 2020 4302, 2023 4057, 2024 3167 എന്നിങ്ങനെയാണ് മാതൃശിശു ആശുപത്രിയിലെ പ്രസവങ്ങളുടെ എണ്ണം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ഓർമ്മദിനത്തിൽ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണ സദസ്സ് നടത്തി. മുൻ KPCC സെക്രട്ടറി VA കരീം ഉദ്ഘാടനം ചെയ്തു. 7 പതിറ്റാണ്ട് കൊണ്ട് കേരളീയ സമൂഹത്തിന്റെ മനസ്സ് കവർന്നെടുത്ത ഒരു നേതാവായിരുന്നു ഈ ഉമ്മൻചാണ്ടി സാർ. ഒരു മനുഷ്യ ചെയ്യാൻ കഴിയാവുന്നതിലപ്പുറമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. കേരളത്തിന്റെ സമസ്ത മേഖലയിലും കൈവച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മെ വിട്ടിരിക്കുന്നത്.
1977 ശ്രീ കെ കരുണാകരന്റെ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിക്കൊണ്ടാണ് അദ്ദേഹം ഭരണരംഗത്തേക്ക് കടന്നുവരുന്നത്. 1977 അദ്ദേഹം തൊഴിൽ മന്ത്രിയായിരിക്കുമ്പോൾ അന്നാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം നടപ്പാക്കുന്നത്. KSUവിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന ആ നേതാവ് താൻ പ്രവർത്തിച്ച മേഖലയിൽ യുവജന രംഗത്ത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് വേഴാമ്പലിനെ പോലെ കാത്തു നിൽക്കുന്ന ആ ചെറുപ്പക്കാരുടെ ഒരു ആശ്വാസം നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഉമ്മൻചാണ്ടി സാർ തൊഴിലില്ലായ്മ വേതനം തുടർച്ചയാകുന്നത്. കരുണയും ലാളിത്യവും നിറഞ്ഞ സാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഉമ്മൻചാണ്ടി. വലത് കൈകൊണ്ട് നൽകുന്നത് ഇടത് കൈ അറിയരുതെന്ന ഉറച്ച നിലപാട് ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. ഇത്തരത്തിൽ 10,000-ങ്ങളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. സുഖമില്ലാതെ അവസാന കാലത്തും നിമിഷപ്രിയയുടെ മോചനത്തിനായി തന്നെ കൊണ്ടാവുന്നത് ചെയ്യുവാൻ മുൻകൈയെടുത്തു. അദ്ദേഹത്തിന്റെ മൃതശരീരം തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തെത്തുവാൻ 2 ദിവസമെടുത്തത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം റോഡരികിൽ ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നതും ഇക്കാരണത്താലാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും കൊച്ചി മെട്രോയും കണ്ണൂർ എയർപോർട്ടും ഉൾപ്പെടെ എണ്ണിയാൽ തീരാത്ത വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് സമ്മാനിച്ച നേതാവ് കൂടിയാണ് ഉമ്മൻചാണ്ടി. മുനിസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അനുസ്മരണ പ്രസംഗം നടത്തി. NGO അസോസിയേഷൻ ഭാരവാഹികളായ സുനിൽ കാരക്കോട്, ഷബീർ അലി കെ, PT ചെറിയാൻ, ഡെയ്സി ചാക്കോ, ബാബു കല്ലായി, ഷാനവാസ് പട്ടിക്കാടൻ, സിബിൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. നവോദയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നാലുകണ്ടത്തിൽ കുഞ്ഞാണിയുടെ 8ാമത് അനുസ്മരണവും സഹപ്രവർത്തകരെ ആദരിക്കലും നാളെ വൈകിട്ട് 4 മണിക്ക് നടക്കും. നടിയും സാംസ്കാരിക നായികയുമായ നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുഞ്ഞാണിയാക്കാൻ്റെ അനുസ്മരണ പരിപാടി നാളെ നമ്മുടെ നവോദയ വായനശാലയിലെ ഈ ഹാളിൽ വെച്ച് കുഞ്ഞാണി സ്മാരക ഹാളിൽ വെച്ച് നടക്കുകയാണ്. ശരിക്കും കുഞ്ഞാണിയുടെ മരണം കഴിഞ്ഞ മാസം 19-ാം തീയതി ആയിരുന്നു. പക്ഷേ ആ സമയത്ത് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് നമ്മളത് നീട്ടി, ഒരു മാസം കൂടി നീട്ടി. നാളേക്കാണ് ആ പരിപാടി വെച്ചിട്ടുള്ളത്. പരിപാടിയിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. പഴയകാല കുഞ്ഞാണിയുടെ സുഹൃത്തുക്കളെ ആദരിക്കുന്നുണ്ട്. അതുപോലെ നിലമ്പൂർ ആയിഷാത്ത പങ്കെടുക്കും. എല്ലാവരും ഈ യോഗത്തിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. സഖാവ് കുഞ്ഞാണിയുടെ അനുസ്മരണം, അത് 8ാമത് അനുസ്മരണമാണ്, വാർഷിക അനുസ്മരണമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി വിപുലമായ രീതിയിൽ ഞങ്ങൾ ആൾക്കാരെ എല്ലാം കാണുകയും ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന് അന്നത്തെ കുഞ്ഞാണിക്കൊപ്പം നടന്ന പലരും സാമൂഹ്യ പ്രവർത്തനമായിരുന്നാലും രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നാലും അതുപോലുള്ള പല പരിപാടികളും ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ വിവിധ പഞ്ചായത്തുകളിൽ നടന്നിട്ട് നമ്മുടെ ഭാരവാഹികൾ ഉത്തരവാദിത്തപ്പെട്ടവർ കാണുകയും ഈ കാര്യത്തെപ്പറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നാളെ ഒരു നല്ല ജനക്കൂട്ടം തന്നെ നമ്മളിവിടെ പ്രതീക്ഷിക്കുകയാണ്. പ്രസിഡന്റ് N. ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി നാസർ കാരയിൽ, ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കല്ലിങ്ങര, വൈസ് പ്രസിഡന്റ് സണ്ണി കുര്യൻ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം ഉഷ, മാനു മുട്ടേങ്ങാടൻ, ഡോക്ടർ റഹ്മാൻ, ഷീബ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂർ റെയിൽവേ അടിപ്പാത ഓണത്തിന് മുൻപ് തുറക്കുമെന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷണൽ മാനേജർ അരുൺകുമാർ ചതുർവേദി. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത് സ്റ്റേഷൻ പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കുമെന്നും DRM അറിയിച്ചു. നിലമ്പൂർ ജില്ലാശുപത്രിയിൽ തകരാറിലായ എക്സ്റേ മെഷീന് പകരം പുതിയ എക്സ്റേ മെഷീൻ വാങ്ങും. ഇന്നലെ നടന്ന HMC യോഗത്തിലാണ് സുപ്രധാന തീരുമാനം. ഇതിനായി 70 ലക്ഷം രൂപ ചെലവഴിക്കും. രാജ്യത്തിന്റെ പുരോഗതിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പങ്കിന് ഊന്നൽ നൽകി. വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ മാത്രമേ സമഗ്രമായ വികസനം സാധ്യമാകൂ എന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ.
മീൻവണ്ടിയിൽ കഞ്ചാവ് കടത്ത് 2 പേരെ എടക്കര പോലീസും ഡെൻസാഫും ചേർന്ന് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ പൂച്ചക്കുത്തിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത്. മലപ്പുറം നഗരസഭയിലെ മുഴുവൻ അംഗനവാടികളും ഇനി സ്മാർട്ട് അംഗനവാടി. എയർ കണ്ടീഷൻ, സ്മാർട്ട് TV, സൗണ്ട് സിസ്റ്റം, ഹൈടെക് കളിയുപകരണങ്ങൾ, ശിശു സൗഹൃദ ഫർണിച്ചറുകൾ, സ്റ്റോറേജ് ബിന്നുകൾ, മിക്സി ഗ്രൈൻഡറുകൾ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളാണ് അംഗനവാടികളിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.